Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് simultaneous linear equations in three unknowns. ഒരേ സമയം തന്നെ ലീനിയർ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാണ്. പക്ഷെ നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് മൂന്ന് വേരിയബിൾസ് എന്താണെന്നുള്ളത് അറിയില്ല. അതായത് സോൾവിങ് ഫോർ സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ ഇൻ ത്രീ അൺനോൺ ക്യാൻ ബി ഡൺ ബൈ എലിമിനേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെ മൂന്ന് അൺനോൺസ് ഉള്ള സമയത്ത് നമുക്കതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന മെത്തേഡുകളാണ് ഇങ്ങനെ. ആദ്യം നമ്മൾ എലിമിനേറ്റ് ചെയ്യാം, പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വാല്യൂസ് കണ്ടുപിടിക്കാൻ, പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനും ചെയ്യാം. ഇറ്റ് ഈസ് ഡൺ ബൈ റെഡ്യൂസിങ് ത്രീ ഇക്വേഷൻസ് വിത്ത് ത്രീ അൺനോൺസ് ടു ഇക്വേഷൻസ് വിത്ത് ടു അൺനോൺസ്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, മൂന്ന് ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. ആ മൂന്ന് ഇക്വേഷൻസിൽ മൂന്ന് അൺനോൺസും ഉണ്ടായിരിക്കും. അതിനെ ആദ്യം തന്നെ നമ്മൾ എന്താക്കി കുറയ്ക്കണം, രണ്ട് ഇക്വേഷനാക്കുകയും ഒപ്പം തന്നെ അതിലത്തെ ഏതെങ്കിലും ഒന്നെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും ആ സമയമാകുമ്പോഴേക്കും രണ്ട് അൺനോൺസും രണ്ട് ഇക്വേഷനാക്കി മാറ്റാം. ആൻഡ് വൺ ഇക്വേഷൻ വിത്ത് വൺ അൺനോൺ. പിന്നീട് അത് ഒരു ഇക്വേഷനും ഒരു വൺ അൺനോണും മാത്രമുള്ള ആ ഒരു ലെവലിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മളൊരു ത്രീ അൺനോൺ വെച്ച് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എലിമിനേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ആ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം ത്രീ ഇക്വേഷൻ വിത്ത് ത്രീ അൺനോണിനെ നമ്മൾ ടു ഇക്വേഷൻ വിത്ത് ടു അൺനോൺ ആക്കുക, പിന്നെ അത് വൺ ഇക്വേഷൻ വിത്ത് വൺ അൺനോൺ ആക്കുക. അപ്പോൾ മാത്രമാണ് നമുക്കിങ്ങനെ ഇത്തരത്തിലുള്ള ഇക്വേഷനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്താണ് എക്സാമ്പിൾ? സോൾവ് എക്സ് പ്ലസ് വൈ മൈനസ് സെഡ് ഈക്വൽ ടു 4. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷനാണ് എക്സ് മൈനസ് 2y പ്ലസ് 3z ഈക്വൽ ടു മൈനസ് 6. മൂന്നാമത്തെ ഇക്വേഷനാണ് 2x പ്ലസ് 3y പ്ലസ് സെഡ് ഈക്വൽ ടു 7. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കൂ, ഫസ്റ്റ് ഇക്വേഷനിൽ എക്സും വൈയും സെഡും ഈ മൂന്നെണ്ണം നമുക്ക് ഒന്നിലും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ മൂന്ന് ഇക്വേഷൻ ഒരേ സമയം നമ്മൾ സോൾവ് ചെയ്യും വേണം. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനാണ് ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. തന്ന ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്ന നമ്പർ 1 എക്സ് പ്ലസ് വൈ മൈനസ് സെഡ് ഈക്വൽ ടു 4. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ, ഇത് മൂന്നാമത്തെ ഇക്വേഷൻ. അപ്പം നമ്മളോട് പറഞ്ഞത് എന്താണ്? രണ്ട് എണ്ണം ഇക്വേഷനാക്കി കുറയ്ക്കുകയും വേണം, രണ്ട് അൺനോൺ മാത്രമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക. ഇതാണ് നമ്മളോട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, ഇതിൽ ഏതിനെ കൊണ്ട് എന്തൊക്കെ നമ്പേഴ്സ് ഇൻറ്റു ചെയ്തിട്ടോ എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്ത് പോകാൻ പറ്റുക എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ഇവിടെ നമ്പേഴ്സ് ഇല്ല. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ള ഇക്വേഷനായിട്ട് കണക്ട് ചെയ്തിട്ട് ഒന്നിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എന്ത് ചെയ്യാം? 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? 3x പ്ലസ് 3y മൈനസ് 3z ഈക്വൽ ടു 12 ആയിട്ട് മാറും. ഓക്കെ, ആദ്യത്തെ ഇക്വേഷനെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 3x പ്ലസ് 3y മൈനസ് 3z ഇൻറ്റു 3 ഇൻറ്റു 4 12y. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ നമുക്ക് 4 എന്ന് നമ്പർ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇപ്പം നമ്മൾ പുതിയ ഇക്വേഷൻ ഫോം ചെയ്തിട്ട് ഇനി ഇതിലത്തെ ഏത് ഇക്വേഷനായിട്ട് താരതമ്യം ചെയ്താലാണ് നമുക്ക് ഒരു നമ്പറിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുക നോക്കുക. ഇവിടെ നമുക്ക് കിട്ടിയത് 3x, ഇവിടെ ഒന്നുമില്ല, പ്ലസ് 3y, ഇവിടെ ഒരു പ്ലസ് 3y ഉണ്ട്, പിന്നെ നോക്കാനുള്ളത് ഇവിടെ ഒരു പ്ലസ് 3z ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 3z ഉണ്ട്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് പറയാം എന്ത് ചെയ്യാൻ പറ്റും? എക്സ് മൈനസ് 2yന് നമുക്ക് അത് രണ്ടും കൂടി യൂസ് ചെയ്യാം. കാരണം ഇവിടെ പ്ലസ് 3z ആണ്, ഇവിടെ മൈനസ് 3z കിട്ടിയത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോകും. ഓക്കെ, കട്ട് ചെയ്ത് പോകണമെങ്കിൽ ഇവ തമ്മിൽ എന്ത് ചെയ്യണം? വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പം ആ നാലാമത്തെ ഇക്വേഷനോട് കൂടിയിട്ട് രണ്ടാമത്തെ ഇക്വേഷൻ ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പം 3x പ്ലസ് എക്സ് എന്തായി? 4x ആയി. 3yന്ന് 2y കുറച്ച് കഴിഞ്ഞാൽ y ഒന്നേ ഉള്ളൂ. ഇത് രണ്ടും ക്യാൻസലായി. 12ന്ന് 6 പോയാൽ 6. അപ്പോൾ നമുക്ക് എത്രാമത്തെ ഇക്വേഷൻ കിട്ടി? അഞ്ചാമത്തെ പുതിയ ഇക്വേഷനായിട്ട് വന്നു. അഞ്ചാമത്തെ പുതിയ ഇക്വേഷൻ്റെ പ്രത്യേകത നോക്കൂ. 4x പ്ലസ് വൈ ഈക്വൽ ടു 6. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എലിമിനേറ്റ് ചെയ്തു? ഇവിടെ സെഡിനെ എലിമിനേറ്റ് ചെയ്തു. അപ്പം നമ്മളോട് അതാണ് പറഞ്ഞത്, മൂന്നെണ്ണം ഉള്ളതിനെ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? രണ്ട് അൺനോൺ വെച്ച് രണ്ട് ഇക്വേഷനാക്കി മാറ്റണം. അപ്പം നമ്മൾ ഒരു അൺനോൺ ഇവിടെ പോയിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു ഇക്വേഷനും ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇതുപോലെ ഉണ്ടാക്കണം, ഒരു ഇക്വേഷൻ കൂടി ഇതുപോലെ ഉണ്ടാക്കണം.
അപ്പോഴല്ലേ രണ്ട് ഇക്വേഷൻ വിത്ത് രണ്ട് അൺനോൺ ആവുള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു കേസ് നോക്കുക. ഇതിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 3യും കൂടിയിട്ട് ഇനി ആഡ് ചെയ്യുക. കാരണം ഇക്വേഷൻ 1 ഓൾറെഡി ഉണ്ട്, ഇക്വേഷൻ 3യും ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് വൈ മൈനസ് സെഡ് ഈക്വൽ ടു 4ഉം 2x പ്ലസ് 3y പ്ലസ് സെഡ് ഈക്വൽ ടു 7ഉം. അപ്പോൾ ഇതിനെ ആഡ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത്? 2x പ്ലസ് എക്സ് എത്ര വന്നു? 3x. 3y പ്ലസ് 1y എന്തായി? 4y. ഇവിടെ എന്തുകൊണ്ടാണ് ഇത് എടുക്കാൻ കാരണം? ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് പോവും. കാരണം മൈനസ് സെഡും പ്ലസ് സെഡും ഉണ്ട്. അപ്പോൾ ഇവിടെ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ അപ്പോൾ ഈ ആദ്യത്തെ കേസിലും സെഡിൻ്റെ വാല്യൂ ഇല്ല, ഇവിടെ രണ്ടാമത്തേലും സെഡിൻ്റെ വാല്യൂ ഇല്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ ഇക്വേഷൻ നമുക്ക് ആറാമത്തെ ഇക്വേഷനായിട്ട് പറയാം. ഇപ്പം നമുക്ക് കിട്ടിയ രണ്ട് ഇക്വേഷൻ്റെ പ്രത്യേകത നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം എല്ലാ ഇക്വേഷനിലും 3 വേരിയബിൾസ് കാണിച്ചിരുന്നു. ഇപ്പം നമ്മൾ അതിനെ എന്താക്കി കുറച്ചു? ഇപ്പം പുതിയ രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കി. ഇത് അഞ്ചാമത്തെയും ഇത് ആറാമത്തെയും. ഇനി എന്താണ് ഇതിൻ്റെ പ്രത്യേകത? രണ്ടിലും ഏതില്ല? സെഡ് എന്നിട്ടുള്ള വേരിയബിൾ ഇല്ല. അപ്പോൾ ഇവിടെ രണ്ട് അൺനോൺ മാത്രമേ ഉള്ളൂ, എക്സും വൈയും. ഇവിടെ എക്സും വൈയും. ഇപ്പം നമ്മൾ പറഞ്ഞ സ്റ്റേജിലേക്ക് എത്തി. എന്ത്? 2 ഇക്വേഷൻ വിത്ത് 2 അൺനോൺ. അപ്പോൾ രണ്ട് ഇക്വേഷനും വന്നു, രണ്ട് അൺനോൺ വാല്യൂ വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് അഞ്ചാമത്തെ ഇക്വേഷനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അഞ്ചാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ആദ്യത്തെ 2 അൺനോൺ വെച്ചിട്ടുള്ള ഇക്വേഷൻ, അതായത് 4x പ്ലസ് വൈ ഈക്വൽ ടു 6 എന്ന് പറയുന്ന ഈ ഇക്വേഷനെ നമുക്ക് 4 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 4 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 4 ഇൻറ്റു 4 16x പ്ലസ് 4 ഇൻറ്റു വൈ 4y ഈക്വൽ ടു 6 ഇൻറ്റു 4 24. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 16x പ്ലസ് 4y ഈക്വൽ ടു 24. ഇപ്പോൾ കിട്ടിയ ഇക്വേഷനാണ് ഏഴാമത്തെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് 5, 6, ഇനി ഏഴാമത്തെ ഒരു ഇക്വേഷൻ കൂടി കിട്ടി. കാരണം ഈ ഇക്വേഷനിൽ എന്തില്ല? സെഡ് എന്ന വാല്യൂ അവിടെ വന്നിട്ടില്ല. അപ്പോൾ ആദ്യം സോൾവ് ചെയ്യേണ്ട മെത്തേഡ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ കിട്ടിയ പുതിയ ഈ ഏഴാമത്തെ ഇക്വേഷനിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ലെസ് ചെയ്യാം? നമ്മൾ കണ്ടുപിടിച്ച ആറാമത്തെ ഇക്വേഷനെ ലെസ് ചെയ്യുക. ഇതാണ് ആറാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനെ ലെസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടി ഓർക്കുക. ആദ്യം നമുക്ക് 3 വേരിയബിൾ വെച്ച് 3 ഇക്വേഷൻ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ചെയ്തത് ഒരു ഇക്വേഷനെ ഒരു ഡിജിറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് നാലാമതൊരു ഇക്വേഷൻ അവിടെ ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയ ഇക്വേഷനും നമുക്ക് കിട്ടിയിരിക്കുന്ന സംഭവങ്ങളിൽ ഏതാണോ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുള്ളത് ഒന്നിനെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഒരു വേരിയബിളിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ബാക്കി 2 വേരിയബിൾ വെച്ചിട്ട് ഒരു ഇക്വേഷൻ പുതിയതായിട്ട് ഫോം ചെയ്തു. അതേപോലെ തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഒന്നാമത്തെയും മൂന്നാമത്തെയും ഇക്വേഷൻ ആഡ് ചെയ്തുകൊണ്ട് നിലവിൽ നമുക്ക് കിട്ടിയതിൽ തന്നെ ഏതൊക്കെ ക്യാൻസൽ ചെയ്യാൻ നോക്കുക. അവിടുന്ന് നമ്മൾ ഒരു വേരിയബിളിനെ കട്ട് ചെയ്തു. രണ്ടാമത് പുതിയൊരു ഇക്വേഷൻ ഉണ്ടാക്കിയതാണ് ആറാമത്തെ. ഇനി രണ്ടെണ്ണം ഇപ്പോൾ നിലവിലുണ്ട്. ഇനി നമ്മൾ ചെയ്തത് എന്തായിരുന്നു? പുതിയതായിട്ട് ഉണ്ടാക്കിയ ഇക്വേഷനെ ഇതേ സ്റ്റെപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു. 4 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് പുതിയൊരു ഇക്വേഷൻ അവിടെ ഫോം ചെയ്തു. ഇനി ഇപ്പോൾ ഏഴാമത്തെ അറിയാം, നമുക്ക് ആറാമത്തെ. അപ്പോൾ അതൊന്ന് എന്തുകൊണ്ടാണ് അത് മൈനസ് ചെയ്താൽ മതി പറയാൻ കാരണം, നമുക്കിവിടെ ശ്രദ്ധിച്ച് നോക്കൂ, ഏഴാമത്തെ ഇക്വേഷനിൽ എക്സും ഉണ്ട് വൈയും ഉണ്ട്. ഓക്കെ, ഇനി ആറാമത്തെ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താ? ആറാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3x പ്ലസ് 4y ആണ്. അപ്പോൾ ഇവിടെയും നമുക്ക് 4y ഉണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഇത് രണ്ടുമാണ്. പക്ഷെ രണ്ടും ഒരേ ചിഹ്നങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരേ ചിഹ്നം ആയിക്കഴിഞ്ഞാൽ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ മൈനസിന് ശേഷം വരുന്ന എല്ലാം ചിഹ്നങ്ങൾ മാറും. അപ്പോൾ ഇവിടെ എന്തായി മാറും? ഇവിടെ -4y ആയി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് കട്ടായിട്ട് പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ട് എന്താക്കി? ഇപ്പോൾ ഒരു വേരിയബിൾ മാത്രമാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണത്തിൽ നിന്ന് വീണ്ടും ഒന്ന് എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ 13x ഈക്വൽ ടു 13 ആയി. സോ x ഈക്വൽ ടു എന്തായി മാറി? 13/13 ഈക്വൽ ടു 1 ആയിട്ട് മാറി. ഇപ്പം നമുക്ക് എന്തിൻ്റെ വില കിട്ടി? ഒരു വേരിയബിളിൻ്റെ വില അവിടെ കിട്ടി. ഇനി ഈ ഒരു വേരിയബിളിൻ്റെ വില കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ അഞ്ചാമത്തെ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അഞ്ചാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 4 ഇൻറ്റു 1, എക്സിൻ്റെ വില 1 അല്ലേ? 4 ഇൻറ്റു 1 പ്ലസ് വൈ ഈക്വൽ ടു 6. ഇതാണ് അഞ്ചാമത്തെ ഇക്വേഷൻ. എന്താ? 4x പ്ലസ് വൈ ഈക്വൽ ടു 6 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുക. 4 ഇൻറ്റു 1 പ്ലസ് വൈ ഈക്വൽ ടു 6. 4 ഇൻറ്റു 1 4 പ്ലസ് വൈ ഈക്വൽ ടു 6. സോ വൈൻ്റെ വാല്യൂ കാണണമെങ്കിൽ വൈനെ ലെഫ്റ്റിൽ നിർത്തിക്കൊണ്ട് ഈ 6 അങ്ങനെ വെച്ചുകൊണ്ട് ഈ 4നെ ഇങ്ങോട്ട് -4 ആയി മാറി. വൈ ഈക്വൽ ടു എന്തായി? 2 ആയിട്ട് മാറി.
ഇപ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടി? എക്സിൻ്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 2. ഇനി നമുക്ക് ഏതും കൂടിയേ കാണുള്ളൂ? സെഡിൻ്റെ വാല്യൂ കൂടിയേ കാണുള്ളൂ. അപ്പോൾ ഇത് മൂന്നും കൂടിയുള്ള ഫസ്റ്റ് നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ പോരെ? ഇക്വേഷൻ 1ൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്. എക്സിൻ്റെ വില 1, വൈയുടെ വില 2. ഓക്കെ, അപ്പോൾ വില കിട്ടിയ സമയത്ത് 1 + 2 3. 3 മൈനസ് ഇസഡ് ഈക്വൽ ടു 4 ആണ്. സോ മൈനസ് ഇസഡ് ഈക്വൽ ടു അതാണ് കണ്ടുപിടിക്കേണ്ടത്. മൈനസ് ഇസഡ് ഈക്വൽ ടു എന്തായി മാറും? ഈ 4 - 3 ആയിട്ട് മാറും. അപ്പോൾ എത്ര വരും? -1 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻ ഇവിടെ വന്നു. അതിൽ നമ്മളെല്ലാം എലിമിനേറ്റ് ചെയ്തിട്ട് 3 വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. എക്സിൻ്റെ വില കണ്ടുപിടിച്ചു, വൈയുടെ വില കണ്ടുപിടിച്ചു, സെഡിൻ്റെ വിലയും കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ച മെത്തേഡ് ഇതാണ്. 3 ഇക്വേഷനിൽ നമ്മൾ ഒന്നിനെ കുറച്ചുകൊണ്ട്, ഒരു വേരിയബിളിനെ കുറച്ചുകൊണ്ട് എന്ത് ചെയ്തു? പുതിയതായിട്ടൊരു ഇക്വേഷൻ ഫോം ചെയ്തു. അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന തന്ന ഇക്വേഷൻസ് ഏതൊക്കെ നോക്കി അവിടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് പുതിയ 2 ഇക്വേഷൻസ് കിട്ടി. കൂടാതെ നമ്മൾ എന്ത് ചെയ്തു? കിട്ടിയ പുതിയ ഇക്വേഷൻസിനെ വീണ്ടും ഒരു ഡിജിറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്ത് നമ്മൾ മാച്ച് ആക്കാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു പുതിയ ഇക്വേഷൻ അവിടെ വന്നു. ആ പുതിയ ഇക്വേഷനിൽ ഏറ്റവും രണ്ടാമതായി കിട്ടിയ 2 ഇക്വേഷനിൽ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ വീണ്ടും എലിമിനേഷനാണ് ചെയ്തത്. അങ്ങനെ എലിമിനേഷൻ ചെയ്തപ്പോൾ ആണ് നമുക്ക് എന്ത് കിട്ടിയത്? ഒരു വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിച്ചത്. ദാറ്റ് ഈസ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് സിമ്പിളായിട്ടുള്ള ഇക്വേഷനിൽ അപ്ലൈ ചെയ്തുകൊണ്ട് വൈയുടെ വാല്യൂ കിട്ടി. എക്സും വൈയും കിട്ടിയപ്പം അടുത്തൊരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്തുകൊണ്ട് സെഡിൻ്റെ വാല്യൂ കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ലീനിയർ ഇക്വേഷൻ 3 അൺനോൺസ് വെച്ച് 3 ഇക്വേഷൻ വിത്ത് 3 അൺനോൺ സോൾവ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഇക്വേഷൻ ശ്രദ്ധിക്കാം. 8x + 3y. എക്സാമ്പിൾ അത് നേരത്തെ ക്വസ്റ്റ്യൻ മാറിപ്പോയതാണ്. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോൾവ് x + y + z = 6. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഇത് x - y + z = 2. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. x + 2y - z = 2. അപ്പോൾ നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? 3 ഇക്വേഷൻ വിത്ത് 3 അൺനോൺ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. തന്ന 3 ഇക്വേഷനെയും 1 2 3 എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതി. ഇനി ഇവിടെ നമ്മൾ നന്നായിട്ട് കെയർഫുള്ളായിട്ട് നോക്കുക. ഏത് ഇക്വേഷനെയാണ് ഏതെങ്കിലും ഒരു നമ്പർ വെച്ചിട്ട് ഇൻറ്റു ചെയ്യേണ്ടത് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം മൾട്ടിപ്ലൈ 2/2 രണ്ടാമത്തെ ഇക്വേഷൻ അത് സെലക്ട് ചെയ്തു. രണ്ടാമത്തെ ഇക്വേഷൻ സെലക്ട് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവും? 2x - 2y + 2z = 4 ആയി. അപ്പോൾ അത് നാലാമത്തെ ഇക്വേഷൻ അവിടെ ഫോം ചെയ്തു. ഈ ഒരു ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ നോക്കേണ്ടത് ഈ ഇക്വേഷന് സാമ്യമുള്ള അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് ഏതാണെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ പുതിയ നാലാമത്തെ ഇക്വേഷൻ വന്നപ്പോൾ നമുക്ക് ഇതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഏതാണുള്ളത്? ഇവിടെ നാലാമത്തെയും മൂന്നാമത്തെയും. കാരണം മൂന്നാമത്തേൽ +2y ആണ്, നമ്മൾ കിട്ടിയേക്ക് നാലാമത്തേൽ -2y ആണ്. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വ്യത്യസ്ത ചിഹ്നങ്ങളായാൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ 2x + x എന്തായി? 3x ആയി. +2yയും -2yയും കട്ട് ചെയ്തു പോയി. ഇനിയുള്ളത് -z-ഉം 2z ആണുള്ളത്. അപ്പോൾ അവിടെ എന്തായി? 2ന്ന് 1 ലെസ് ആവുമ്പോൾ ഒരു z. അപ്പോൾ 3x + z = 6. അതായത് 4ൽ നിന്ന് 4ഉം 2ഉം 6 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 6 കിട്ടി. ഇപ്പോൾ അഞ്ചാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അഞ്ചാമത്തെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ നോക്കേണ്ടത് വീണ്ടും ഏതിനൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നോക്കുക. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒന്നാമത്തെ ഇക്വേഷൻ എടുത്തു. ആ ഒന്നാമത്തെ ഇക്വേഷൻ എടുത്തപ്പം അതിനെ നമ്മൾ എന്ത് ചെയ്തു? 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ 2x + 2y + 2z = 12 വരും. അപ്പം നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് ആറാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം എത്ര ഇക്വേഷൻസ് ഇങ്ങനെ ഫോം ചെയ്യണമെന്നെങ്കിലും മനസ്സിലാക്കി വയ്ക്കുക. ആറാമത്തെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്ന് നോക്കുക നമുക്ക് തന്ന ഇക്വേഷനിൽ. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ മൂന്നാമത്തെ ഇക്വേഷൻ അല്ലേ, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നോക്കുക എന്ന് പറയുമ്പോൾ ആ ഇക്വേഷനിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന എന്താണ് ഇവിടെ? പ്രധാനമായിട്ടും ഡിഡക്റ്റിംഗ് 3 ഫ്രം 6. അതാണ് 6ൽ നിന്ന് 3നെ ഡിഡക്റ്റ് ചെയ്യുക.
അപ്പോൾ ആദ്യം നമ്മൾ നോക്കുക 2xൽ നിന്ന് x മൈനസ് ചെയ്യുമ്പോൾ 1x ആയി മാറി. 2yയിൽ നിന്ന് 2y അത് ലെസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്കത് ക്യാൻസലായി പോകും. കാരണം ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഡിഡക്ഷൻ ആണ്, അത് ചിന്തിക്കുക. അപ്പോൾ +2y മൈനസ് 2y കൂടിയിട്ട് അത് ക്യാൻസലായി പോകും ഡിഡക്റ്റ് ചെയ്യുമ്പോൾ. എങ്ങനെയാണ് ഇത് ക്യാൻസലാവുന്നത്? നമ്മൾ 6ൽ നിന്നാണ് 3 ലെസ് ചെയ്യുന്നത്. അപ്പോൾ 6ൽ നിന്ന് പറയുമ്പോൾ 2y, ഇവിടെ +2y ആണ്, അത് മൈനസ് +2y എന്തായി മാറും? -2y ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്, മൈനസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അത് രണ്ടും ക്യാൻസലായി പോയി. പിന്നെ z മാത്രമേ ഉള്ളൂ. അപ്പോൾ 2z മൈനസ് z ആണ് വരിക. അപ്പോൾ മൈനസിന് ശേഷം വരുന്നതിൻ്റെ ചിഹ്നം മാറും. അപ്പോൾ ഇവിടെ -z എന്തായി? +z ആയി മാറും. അപ്പോൾ ഈ 2zൻ്റെ ഒപ്പം അതും കൂടി ആഡ് ആയിട്ട് വരികയാണ് ചെയ്യുക. അങ്ങനെ 3z ഇവിടെ കിട്ടി. അപ്പോൾ ഈക്വൽ ടു എന്ത് വന്നു? 12 - 2. അപ്പോൾ എത്രയാണ്? 10. അപ്പോൾ നമുക്ക് പുതിയ ഇക്വേഷൻ കിട്ടി, ഏഴാമത്തത്. x + 3z = 10 കിട്ടി. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനെ അഞ്ചാമത്തെ ഇക്വേഷൻ, നമുക്കിപ്പോൾ 3 ഇക്വേഷൻസ് ആണ് പുതിയതായിട്ട് കിട്ടിയത്, 4ാമത്തെ, 5ാമത്തെ, 6, 7. അപ്പോൾ ഇത് ഇത്രയും ഇക്വേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് 5ാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര വരും? 3 × 3 9, 3 × z 3z, 3 × 6 18. അപ്പോൾ പുതിയതായിട്ടൊരു ഇക്വേഷൻ വന്നു അവിടെ, 8 എന്ന് പറഞ്ഞിട്ട്. 9x + 3z = 18. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ഈ 8ൽ നിന്ന് 7നെ കുറയ്ക്കാൻ പറ്റുമോ നോക്കുക. 8ൽ നിന്ന് 7നെ കുറയ്ക്കാൻ പറ്റും. എന്തുകൊണ്ട്? ഇവിടെ 3z 2 പോസിറ്റീവ് ഉണ്ട്. 2 പോസിറ്റീവ് ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി? അതിനെ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് കട്ടായിട്ട് പോകും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര വന്നു? ഇത് രണ്ടും മൈനസ് ചെയ്ത് വരുന്ന സമയത്ത് എത്രയാണ് വരുന്നത്? 9xൽ നിന്ന് ഈ x കുറയ്ക്കുക. അപ്പോൾ എത്ര വന്നു? 8x വരും. 3z 3z ക്യാൻസലായി പോവും. 18ൽ നിന്ന് 10 പോയി കഴിഞ്ഞാൽ നമുക്ക് 8 എന്ന് കിട്ടും. സോ നമുക്ക് പുതിയതായി കിട്ടിയത് എന്താണ്? 8x = 8 ആണെങ്കിൽ x = എന്ത് വരും? 8/8, ദാറ്റ് ഈസ് 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 ആണെന്ന് മനസ്സിലായി. ഇനി നമുക്കതിനെ ഏത് ഇക്വേഷനിൽ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇക്വേഷൻ 7ലാണ് ഇവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ x + 3z എന്നല്ലേ 7th ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഈ എക്സിൻ്റെ വില നമുക്ക് 1 എന്ന് കിട്ടി. 1 + 3z = 10. അപ്പോൾ എന്ത് വരും? 3z = 10. ഈ 1 ഇങ്ങോട്ട് വരുമ്പോൾ -1 ആയി മാറും. 3z = 10 - 1 എന്താ? 9 ആയി മാറി. സോ z = എന്ത് വരും? 9/3 എന്തായി മാറും? /3 ആയി മാറുന്നു, = 3. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വില 1 എന്ന് കിട്ടി, സെഡിൻ്റെ വില 3 എന്ന് കിട്ടി. ഇപ്പോൾ രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വൈയുടെ വില കണ്ടുപിടിച്ചൂടെ? അതിലുള്ള ഏത് ഇക്വേഷനിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ 1ലാണ് അപ്ലൈ ചെയ്തത്. എക്സിൻ്റെ വില 1, വൈയുടെ വില അറിയില്ല, സെഡിൻ്റെ വില 3. 1 + y + 3 = 1, 3, 4y = 6 എന്ന് വരും. 4 + y = 6 ആണെങ്കിൽ y = 6 - 4 ഇങ്ങോട്ട് വരുന്ന സമയത്ത് -4. സോ വൈയുടെ വില 2. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് അതിനെ കണ്ടുപിടിക്കേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ 2 പ്രോബ്ലംസാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം 3 ഇക്വേഷൻ വിത്ത് 3 അൺനോൺ ആയിരിക്കും. നമ്മൾ അതിനെ എന്ത് ചെയ്യണം? അതിനെ കുറച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഇക്വേഷനെ ഒരു വേരിയബിളിനെ കുറയ്ക്കാൻ പറ്റുന്ന അവിടെ എല്ലാം കുറയ്ക്കുന്ന മെത്തേഡ് ഉപയോഗിക്കുക. അപ്പോൾ അതിനുവേണ്ടി ചിലപ്പോൾ ഡിജിറ്റുകൾ നമുക്ക് ഇൻറ്റു ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് ചെയ്താലാണ് അവിടെ ക്യാൻസലായി പോവുക എന്ന് അറിയുന്ന ഒരാൾക്കാണ് അത് ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി അത് ക്യാൻസൽ ചെയ്തിട്ട് പുതിയ എങ്ങനെ പോയാലും പുതിയതായിട്ട് ഒരു 4 5 പുതിയ ഇക്വേഷൻസ് അവിടെ വരും. ഈ ഒരു പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 5 6 7 8 കണ്ടോ, 4 പുതിയ ഇക്വേഷൻസ് വന്നിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്തത്. അപ്പോൾ 4ാമത്തെ ഇക്വേഷനിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. വേരിയബിളിൻ്റെ ഒന്നിൻ്റെ വില കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏതെങ്കിലും ഒന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സും അത് വെച്ചിട്ട് പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് സെഡിൻ്റെ ആണ്. അപ്പോൾ അങ്ങനെ ഉള്ളത് കാണുമ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിൾ മാത്രമുള്ളതിൽ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടുപിടിക്കുന്ന ഒരു വേരിയബിൾ ഇവിടെ എക്സ് ആണ്, പിന്നെ സെഡ് ആണ്. അപ്പോൾ എക്സ് ഇവിടെ കിട്ടിയ സെഡ് പിന്നെ ഇതിലൂടെ കണ്ടുപിടിക്കാം. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 3 ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ വൈയുടെ വില അവിടെ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ചിഹ്നങ്ങൾ മാറുന്നതും എങ്ങനെയൊക്കെ ചെയ്യണം, ആഡും ലെസ്സും ചെയ്യുമ്പോൾ എന്താണ് വേണ്ടത് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ഇതിന് മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു വീഡിയോ മാത്രം കാണുന്ന ആൾക്ക് ഇത് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് മുന്നത്തെ വീഡിയോസ് എല്ലാം കണ്ട് അതെങ്ങനെയാണ് ആ ചേഞ്ചസ് വരുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്